ഒന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അമ്മേ, ഞാൻ ഈ ഉടമ്പടി ധ്യാനം കഴിയുന്നതിന് മുമ്പ് നീ എന്തെങ്കിലും ഒരു നല്ല സൂചന എനിക്ക് തരണം എന്ന് പറഞ്ഞാൽ, ഞാൻ ഉടമ്പടി ധ്യാനം കഴിഞ്ഞ് ചെവിയിലൊക്കെ തൈലം തേച്ചു. ഞാൻ പോയി വിളിച്ചു. എന്നോട് പറഞ്ഞു 160 അടി ചെറുതായിട്ട് വെള്ളം കാണാൻ തുടങ്ങിയിട്ടുണ്ട്, നന്നായി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് എൻ്റെ വീട്ടിലായതുകൊണ്ട് ഞങ്ങളുടെ വീടിൻ്റെ കിണറിൻ്റെ അടുത്തേക്ക് ഞാൻ പോയി. ഉടമ്പടി ഉപ്പ് എടുത്തുകൊണ്ടാണ് ഞാൻ പോയത്. പോയ വഴിക്ക് ഞാൻ ചെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ 7 പ്രാവശ്യം ഈ കിണറിൻ്റെ ചുറ്റിനും നടന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും. അതിനുശേഷം ഞാനിവിടെ ഉപ്പിട്ട് പ്രാർത്ഥിക്കും. അന്ന് ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ഞാൻ വരുമ്പോഴത്തും എനിക്ക് ഒരു നല്ല വാർത്ത കേൾക്കാൻ ഇടയാക്കണം. ഞാൻ ഫോൺ എടുത്തില്ല, കുറച്ച് താഴെയാണ് കിണർ. ഞാൻ പോയി ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഒരു 5 വട്ടം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഉപ്പിട്ട് കാണുമായിരിക്കും. അപ്പോഴത്തേക്കും ഹസ്ബൻഡ് വിളിച്ചു, 195 അടിയിൽ നല്ല വെള്ളമായി എന്ന് പറഞ്ഞു. 7 വട്ടം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഉപ്പിട്ട് ഞാൻ തിരിച്ചു കയറി വന്നു. മോള് പറഞ്ഞു, അമ്മേ, അപ്പായി വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് ഫോൺ എടുത്ത് വിളിച്ചപ്പോൾ പറഞ്ഞു 220 അടി മാത്രം മതി, 260 അടി താഴ്ചയിൽ വെള്ളം ചെറുതായിട്ട് കാണുകയുള്ളൂ എന്ന് പറഞ്ഞ സ്ഥാനത്ത് 160 അടി താഴ്ചയിൽ ഞങ്ങൾ വെള്ളം കണ്ടു. 195 അടി താഴ്ചയിൽ നല്ലോണം വെള്ളമായി. 220 അടി താഴ്ച കൊണ്ട് ഞങ്ങൾ നിർത്തി. 350 അടിയിൽ ഞങ്ങൾക്ക് വീട്ടാവശ്യത്തിനുള്ള വെള്ളം കിട്ടുമെന്ന് പറഞ്ഞ സ്ഥാനത്താണ് ഞങ്ങൾ 220 അടിയിൽ വെള്ളം കണ്ട് നിർത്തിയത്. അതിനുശേഷം ഞങ്ങൾ മൂന്നാമത് ഞാൻ പിന്നെ പുതുക്കാൻ വന്നില്ല. ഇത് 3ാമത്തെ പുതുക്കൽ ഞാൻ ഇപ്പോഴാണ് വരുന്നത്. സാധാരണ ഞാൻ ചിലപ്പോൾ 1, 2, 3 മാസം ഗ്യാപ്പിട്ട് കഴിയുമ്പോഴാണ് വരുന്നത്. ഞാൻ സാധാരണ ഓൺലൈൻ ഉടമ്പടി എടുക്കാറില്ല. അന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കണം. ഞാൻ ഉടമ്പടി എടുത്തു. കുറച്ച് ദിവസം കഴിഞ്ഞു. ഇതെൻ്റെ മകള് അൽന മരിയ. ഇവക്ക് ഒരു ദിവസം പെട്ടെന്ന് പനിയായി. ഇവൾ സ്കൂളിൽ പോയി. മേലുവേദനയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് വന്ന് പനിച്ചു വന്നു. പനിയുടെ മരുന്ന് കൊടുത്ത് കിടത്തി. പിറ്റേ ദിവസം രാവിലെ അവൾക്ക് വീണ്ടും രാത്രി മുഴുവൻ പിച്ചും പേയും പറഞ്ഞിരിക്കുകയാണ്. രാവിലെ അവൾ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല, ഞാൻ സ്കൂളിൽ പോയിക്കോളാം. അവൾ സ്കൂളിൽ പോയി തിരിച്ച് വന്നപ്പോൾ അവൾ പനിച്ച് ഭയങ്കരമായിട്ടാണ് വന്നത്. രാത്രി വയറുവേദനയുണ്ട്. ഇവർക്ക് ഗ്യാസിൻ്റെ അസുഖമുള്ളതുകൊണ്ട് വയറുവേദനയുണ്ട്. എന്താ നിനക്ക് വയറുവേദന, ഗ്യാസ് ഇതിൻ്റെ ഒന്നും കഴിച്ചില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അവൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഇവളോട് പറഞ്ഞു, തൈലം എടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ ഇവളോട് പറഞ്ഞു, നീ കടന്നോ, ഒരു കുഴപ്പമില്ല, ഛർദ്ദിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ്, ഛർദ്ദിക്കൊന്നുമില്ല, നീ ധൈര്യമായിട്ട് കടന്നോളാൻ പറഞ്ഞ് പ്രാർത്ഥിച്ച് കടത്തി. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് കാണും കൊച്ചെഴുന്നേറ്റു, ഛർദ്ദിച്ചു, നല്ല പോലെ ഛർദ്ദിച്ചു. ഞാൻ ലൈറ്റ് ഇട്ട് നോക്കി, കൊച്ചിൻ്റെ